ഹലോ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിസ്രിയ മുഹമ്മദ് അലി. ഇന്ന് ഈ കാണുന്ന പ്ലാന്റുകളൊക്കെ ഇതൊക്കെ കുറഞ്ഞ വിലക്ക് വിറ്റൊഴിക്കുക എന്ന് തന്നെ പറയാം. പൂക്കളൊക്കെ കൊഴിഞ്ഞു തുടങ്ങി, പക്ഷേ പ്ലാന്റുകളൊക്കെ നല്ല ഹെൽത്തിയായ വലിയ ബ്ലൂമിങ് സ്റ്റേജിലുള്ള പ്ലാന്റാണ്. പല റേറ്റിലുള്ള പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഓരോന്നിനും വില നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ 10 പ്ലാന്റ് എടുത്താൽ ഒരു പ്ലാന്റ് അവർ ഫ്രീ ആയിട്ട് തരും. നല്ല ഒരു കോംബോ ഓഫറാണ് വെച്ചിട്ടുള്ളത്. ഇത്രയും പല വെറൈറ്റികളിലുള്ള ഈ പ്ലാന്റുകൾ 10 എടുത്താൽ ഒന്ന് ഫ്രീ ആയിട്ട് തരും എന്നാണ് അവർ പറഞ്ഞത് ഞാൻ ചെന്നപ്പോൾ. അപ്പോൾ കാണാനും തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിയ വലിയ പ്ലാന്റുകൾ കാണില്ലേ. അപ്പോൾ പൂക്കളൊക്കെ ഇപ്പോൾ കൊഴിഞ്ഞു തുടങ്ങി. അതുകൊണ്ടാണ് ഇപ്പം അങ്ങനെ പറയുന്നത്. വലിയ പ്ലാന്റാണ്, നല്ല വില കൂടിയ പ്ലാന്റാണ്. ആ വില കൂടിയ പ്ലാന്റുകളൊക്കെ ഇപ്പോൾ വില കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ പല പൂവിനും പല റേറ്റ് ആയതുകൊണ്ട് വില ഞാനിതിൽ പറയണില്ല. എപ്പോൾ ഏത് 10 എടുത്താലും വില കുറച്ചുള്ള ഏത് 10 എടുത്താലും ഒന്ന് ഫ്രീ ആണ് കേട്ടോ. പ്ലാന്റുകൾ ഏതും മോശമല്ല, നല്ല നല്ല പ്ലാന്റുകളാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഒക്കെ പൂ വന്നേക്കണു ആണില്ലേ. എല്ലാം നോക്കുകയാണെങ്കിൽ ഓരോ പ്ലാന്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ. എനിക്ക് എന്തായാലും പ്ലാന്റുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് അവരോട് ചോദിച്ച് അവർ ഏതെങ്കിലും പൂവ് പല പൂക്കളും ഉണ്ടാവുമല്ലോ, അപ്പോൾ ഏത് പൂവ് ഇഷ്ടമുള്ളത് വെച്ചാൽ അത് നോക്കിയിട്ട് അതിൻ്റെ വിലയും ചോദിച്ചിട്ട് നിങ്ങൾക്ക് പ്ലാന്റ് കാണിച്ചു തരാൻ പറയാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ പ്ലാന്റുകളൊക്കെ ഏതായാലും നല്ല ഉഷാറാണ്. ഞാൻ പോയി കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ ഇട്ടില്ല, ആരോ പറഞ്ഞു, കമൻ്റ് ഇട്ടു, പിന്നെ അയച്ചു തരുമ്പോഴൊക്കെ ആകാത്ത പ്ലാന്റാണ്, നിങ്ങൾക്ക് ചെന്നെടുക്കണവർക്ക് നല്ലത് നോക്കി എടുക്കാമെന്ന്. അയച്ചു തരുന്ന പ്ലാന്റ് എങ്ങനത്താണെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന പ്ലാന്റുകളൊക്കെ നല്ലതാണ്. അപ്പോൾ ഈ കാണുന്ന പ്ലാന്റുകളല്ലേ, ഇതൊക്കെ നല്ലതല്ലേ. എൻ്റെ കണ്ണിൽ ഇതൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിലിനിപ്പോൾ ഏതെങ്കിലും തിരവ് നോക്കി അയച്ചു തരിക എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു കണ്ണിൽ കാഴ്ചപ്പാടിൽ അവിടെയുള്ള പ്ലാന്റുകൾ ഇപ്പോൾ ഈ കാണുന്ന പ്ലാന്റുകളൊക്കെ നല്ലതാണ്. പിന്നെ എന്താണ് തിരവായ പ്ലാന്റുകൾ ഉണ്ടാവുക, കാരണം അതിന് വിലയും കുറക്കണുണ്ടാവുമല്ലോ. വില കുറക്കണതിൻ്റെയൊക്കെ അതിൻ്റെയൊക്കെ ഓരോരോ ഗ്രോത്തൊക്കെയാണ് അവിടെ നിന്ന് വളർന്നുകൊണ്ടാണ് അത്രയും വേരും ഗ്രോത്തും വന്നിട്ടുള്ളത്. അത്രയും നല്ല പ്ലാന്റുകളാണ്. അപ്പോൾ അത്യാവശ്യം നല്ല പിന്നെ വിലയുള്ള പ്ലാന്റുകളാണ്. ഇപ്പോൾ 460 തൊട്ടിട്ടാണ് അവർ കൊടുക്കണത് എന്ന് പറഞ്ഞു. പിന്നെ നല്ല ബ്ലൂമിങ് ആയ 5ഉം 6ഉം കടയുള്ള വലിയ പ്ലാന്റുകളാണ്. അപ്പോൾ 460 തൊട്ടിട്ടൊക്കെ ഇത്രയും വലിയ പ്ലാന്റുകളൊക്കെ കൊടുക്കുകയെന്ന് പറയുമ്പോൾ പല റേറ്റിലുള്ളതാണെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അതിലേറെ കൂടുതലും ഉണ്ടാവും. പക്ഷെ എന്നാലും മുന്താസിനോട് ഇങ്ങനെയാണ് പറഞ്ഞത്, 10 എടുത്താൽ ഒന്ന് ഫ്രീ ആയിട്ട് കൊടുക്കും. നല്ല പ്ലാന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനിയിപ്പോൾ അതിലാകാത്ത പ്ലാന്റ് ഉണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഈ കാണുന്നതൊക്കെ അത്യാവശ്യം തെറ്റില്ലാത്ത പ്ലാന്റുകൾ. അതിന് പലതിനും പല റേറ്റാണെന്ന് ആദ്യമേ പറഞ്ഞും ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കടയൊക്കെ മോശമുള്ള പ്ലാന്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വിലയും കുറവേ, കാരണം വലിയ ഐറ്റം ഒക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനുള്ള വിലയുണ്ടാവും. എന്നാലും 460 തൊട്ടിട്ടാണെന്ന് പറഞ്ഞു. പിന്നെ ഈ പല പ്ലാന്റും പല മാതിരിയേക്കാരല്ലോ. പിന്നെ എന്താ പറയുക, ആൻറ്റിലോപ്പ് മാതിരിയുള്ളതുണ്ടാവും, ട്വിസ്റ്റഡ് മോഡൽ ഉണ്ടാകും, പിന്നെ വെരിഗേറ്റഡ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഓരോന്നിനും ഓരോരോ വിലയാണ് ഈ കാരണം. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാത്തിനും ഇപ്പോൾ നമ്മളിങ്ങനെ എടുത്തുകൊണ്ട് ഓരോന്നിനും ഓരോ വില നമുക്ക് പറയാനും വയ്യല്ലോ. ഈ ഒരു പൂവൊക്കെയാണ് നല്ല ഭംഗിയില്ലേ, കാണാനും ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അത് നല്ലൊരു പ്ലാന്റ്, നല്ലൊരു പൂവ് ഇട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി അത്. ഇതിപ്പോൾ പുതിയത് വന്നതിലുള്ള പ്ലാന്റാണ് കേട്ടോ. വലിയ സ്പൈക്ക് വരുന്ന പ്ലാന്റാണ്. ഇതും ആ കൂട്ടത്തിലുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാനത് വീഡിയോ എടുത്തുവെന്നേ ഉള്ളൂ. ഇതിപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ പ്രാവശ്യം കൊണ്ടുവന്നതാണ്. ഇതൊക്കെ നല്ല ഐറ്റം വെറൈറ്റി പ്ലാന്റുകളാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഒരു വലിപ്പം നോക്കുകയാണ്. ഇതിന് വേറെ വിലയിക്കാറ്. ഇതിപ്പോൾ ആ 10 എടുത്താലും ഒന്ന് ഫ്രീ ഉള്ളിലുള്ളതല്ല, ഇത് വേറെ പ്ലാന്റാണ്. ഒക്കെ നല്ല നല്ല പ്ലാന്റുകളാണ്. മോശം പ്ലാന്റ് എന്ന് പറയാൻ ഏതും ഇല്ല കേട്ടോ. ഞാനൊക്കെ കടഭാഗം കാണിച്ചു തരുന്നത് അതുകൊണ്ടാണ്. ലീഫ് മാത്രം മുകളിൽ ഇങ്ങനെ പോയിക്കാണ്ട് കാണിച്ചു തന്നെങ്ങാണ്ട് ഞാൻ നിങ്ങളെ ഇതാക്കണില്ല. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ മുരടാണ് നമുക്ക് നോക്കേണ്ടത്. മുരട് നോക്കുമ്പോഴാണ് നമുക്ക് പ്ലാന്റിൻ്റെ ഹെൽത്ത് അറിയുക. മുരടിലാണ് ഇത് ഉണങ്ങി നിൽക്കുന്നുണ്ടോ, ചുളിഞ്ഞ് നിൽക്കുന്നുണ്ടോ, ഇത് പൂവിടാൻ അയക്കണോ, നല്ല പുതിയ തൈകൾ വരുന്നുണ്ടോ, വേരെങ്ങനെ ഉണ്ട് എന്നൊക്കെ നമുക്ക് ഈ മുരട്ടിലാണ് കാണുക. അതുകൊണ്ടാണ് എല്ലാത്തിൻ്റെയും കടഭാഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എന്നിട്ടാണ് മോൾ ഭാഗം ഞാൻ കാണിച്ചു തരല്. കാരണം നിങ്ങൾക്ക് പറ്റിയെങ്കിൽ എടുത്തോട്ടെ, നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ എടുത്തോട്ടെ എന്ന് കരുതിയിട്ട്.
എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പോയി കാണുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ പെരിന്തൽമണ്ണക്കും കൂടി മാറിയപ്പോൾ എനിക്ക് എപ്പോഴും മുന്താസിൻ്റെ ഫാമിൽ പോകാൻ പറ്റും. കാരണം ഞങ്ങളെ ടൗൺ പറഞ്ഞാൽ പെരിന്തൽമണ്ണയാണ്, 6 കിലോമീറ്റർ പോയാൽ മതി. അപ്പോൾ ഞങ്ങൾ എല്ലാ കാര്യത്തിനും പെരിന്തൽമണ്ണക്ക് പോണതാണ്. അപ്പോഴൊക്കെ ഞാൻ അവിടെ പോകും. പെരിന്തൽമണ്ണൻ്റെ ഹൃദയ ഭാഗത്ത് തന്നെയാണ് ഈ മുന്താസ് ഓർക്കിഡ്. അപ്പോൾ നിങ്ങൾ ആര് പോവുകയാണെന്നുണ്ടെങ്കിലും ആ മുന്താസ് ഓർക്കിഡിൽ ഒന്ന് പോയിക്കാണ്ട് പിന്നെ ഒന്ന് വിസിറ്റ് ചെയ്തോളി. പ്ലാന്റ് എടുക്കണമെന്ന് ഞാൻ പറയണില്ല, അതവനാൻ്റെ ഇഷ്ടമാണ്. പക്ഷെ കാണാൻ മാത്രം ഉണ്ട്, അതാണ് എനിക്ക് പറയാനുള്ളത്. ആ മുന്താസ് ഓർക്കിഡ് കാണാൻ മാത്രം വലിപ്പമുണ്ട്. നമ്മളെ പെരിന്തൽമണ്ണൻ്റെ ഹൃദയഭാഗത്ത് ഇത്രയും വലിയൊരു ഫാം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ നമ്മൾ ചിന്തിക്കാനും കൂടി കഴിയാത്ത അത്രയാണ്. സാധാരണ ഫാമുകളൊക്കെ ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയണില്ല. പക്ഷേ ഇപ്പോൾ മുന്താസ് ഓർക്കിഡ് വന്നതോടുകൂടി എനിക്ക് എന്തോ ഒരു പ്രത്യേകത തന്നെ തോന്നിയിട്ടുണ്ട്. വെറും ഒരു പിന്നെ ഓർക്കിഡിൻ്റെ മാത്രം ഒരു ഇതാണല്ലോ. അപ്പോൾ അതിൽ കൂടെ പിന്നെ ഹൈബ്രിഡ് ബൊഗൈൻ വില്ലകളും വന്നിട്ടുണ്ട്. ഹൈബ്രിഡ് ബൊഗൈൻ വില്ലി അവിടെ ഉണ്ട്. അപ്പോൾ ചെല്ലണവർക്ക് നല്ലതല്ലേ കാണാൻ. അതേപോലെ തന്നെ കള്ളിയല്ലാത്ത കള്ളിച്ചെടിയുണ്ട്, അങ്ങനെയും പറയാമല്ലോ നമുക്ക്. കള്ളിയല്ലാത്ത കള്ളിച്ചെടികൾ വീട്ടിലെ അലങ്കാര ചെടിയായിട്ട് വളർത്താൻ പറ്റുന്ന നല്ല കള്ളിച്ചെടികളും ഉണ്ട്. ഇപ്പം അങ്ങനെ കുറച്ച് പ്ലാന്റുകളൊക്കെ ആദ്യം വെറും ഓർക്കിഡ് മാത്രം ഉള്ളായിരുന്നല്ലോ. എന്നാലും ഓർക്കിഡിൽ പെട്ട പല വെറൈറ്റികളും അവിടെ ഉണ്ട് കേട്ടോ. ഇന്ന വെറൈറ്റി എന്നൊന്നുമില്ല. ഫെനലോപ്സിസ്, ഡെൻഡ്രോബിയം, കാറ്റ്ലിയ, വാൻഡ, മുക്കാറ, സ്പീഷീസ് ഐറ്റങ്ങൾ എല്ലാം. പിന്നെ എന്തൊക്കെ പേരൊന്നും പോലും എനിക്ക് പറയാൻ കിട്ടണില്ല. ആ ജാതി എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. ഇനി അവിടെ ഇല്ലാത്ത ഒരു ഐറ്റവും ഇല്ല ഓർക്കിഡിൽ. കുറേ പറഞ്ഞ് ഞാൻ നീട്ടിട്ടില്ല കേട്ടോ. ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.